ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മന്ത്രിമാർ, MLA-മാർ, മറ്റ് ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ടവർ, എല്ലാവരും സൂചിപ്പിച്ച ഒരു ദീർഘമായ അവസരത്തിൽ കാര്യം നൽകുന്നില്ല. എന്നാൽ ഓണം എന്നുള്ള വാക്ക് നമ്മൾ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കാലങ്ങൾക്ക് അതീതമായി, വേഷങ്ങൾക്ക് അതീതമായി, രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും അതീതമായി മലയാളികൾ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. കേരള ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഓണവാരാഘോഷം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം ഇതുപോലുള്ള പല വേദികളും അതിനേക്കാൾ വലിയ സദസ്സുകളും കൂട്ടായ്മകളും ആഘോഷങ്ങളും നടക്കുമ്പോൾ അതിനുമപ്പുറം വേറെ കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓണം എന്ന് പറയുമ്പോൾ സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, സമാധാനം എന്നതിനപ്പുറം നമ്മൾ ഓർക്കുക മഹാബലി എന്നുള്ളൊരു പേരാണ്. അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് സമത്വമുണ്ടായിരുന്നു. എല്ലാവരും ഒരുപോലെ, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണുന്നതെന്നാണ് കാര്യം. എനിക്ക് തോന്നുന്നു മാറി വരുന്ന സർക്കാരുകൾക്ക്, മന്ത്രിമാർക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാരുടെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ആ മാവേലിയുമായി താരതമ്യപ്പെടുക എന്നുള്ളതാണ്. ആ ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ അന്ന് അദ്ദേഹം എങ്ങനെയാണ് ഭരിച്ചിരുന്നത്, അന്ന് കേരളം എന്തായിരുന്നു, സുന്ദരവും സുലഭവും സമത്വവും സമൃദ്ധിയും നിലനിന്നിരുന്ന ഒരു കേരളം, അതെങ്ങനെ ഈ കാലഘട്ടത്തിൽ മാറി വരുന്ന സർക്കാരുകൾക്ക് സ്ഥാപിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ആഘോഷങ്ങൾക്ക് അപ്പുറമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഒരു നല്ല ഭരണാധികാരി കാലങ്ങൾക്ക് അതീതമായി എന്നും ഓർമ്മിക്കപ്പെടും, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാബലി ഓർക്കുന്ന, മഹാബലി ആഘോഷിക്കുന്ന ഓണം. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളികൾ ആഘോഷിക്കുന്ന ഓണത്തിന്റെ എല്ലാ സമൃദ്ധിയും, ഐശ്വര്യവും, സമാധാനവും ഈ മാറി വരുന്ന ഭരണ സംസ്കാരത്തിലൂടെ നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കൊണ്ടുവരാനായിട്ട് ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ കേരളം ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഞാൻ വരുന്നത് ആലപ്പുഴയാണ്, എൻ്റെ ജന്മനാട് ആലപ്പുഴയാണ്. കിഴക്കിന്റെ വെനീസ് എന്നാണ് ആലപ്പുഴ അറിയിക്കുന്നത്. പക്ഷേ ഞാൻ വെനീസിൽ പോയിട്ടുണ്ട്. അവിടെ കണ്ട കാഴ്ചകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വെനീസിനെ പടിഞ്ഞാറത്തെ ആലപ്പുഴ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കേരളം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് എന്നും അഭിമാനിക്കാത്തൊരു കാര്യമാണ്. ടൂറിസം എവിടെയുണ്ടോ അവിടെ ലഹരിയുടെ ഒരു ആധിക്യമുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അവിടെയാണ് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള തൂഫാൻ എന്ന പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഒരു ഇന്ത്യ ലോക ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ്, ഒന്നാമതാണ്. ജനസംഖ്യയുടെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ എണ്ണത്തിലല്ല, അതിലുള്ള ചെറുപ്പക്കാരുടെ എണ്ണത്തിലാണ്, ശക്തിയിലാണ് നടക്കുന്നത്. അങ്ങനെയുള്ള യുവതലമുറയെ ലഹരിയുടെ അടിമത്തത്തിലേക്ക് അവരെ വീഴുമ്പോൾ അതിൽ നിന്നും അവരെ കരകയറ്റുവാൻ ഏതെല്ലാം രീതിയിൽ അവരെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു ഉത്തമ ഉദാഹരണം കൂടിയാണ് തൂഫാൻ പദ്ധതി. അതിൻ്റെ വേറെ അന്നത്തെ പ്രസംഗം പറയുന്നില്ലേ, ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവിടെ കുറച്ച് അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരെ വന്നു സംസാരിച്ചു. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, आपका ഫിലിംസ് बहुत देखते हो, मैं आपका फैन हूँ. ഞാൻ ചോദിച്ചു തൂഫാന്റെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ 5 അതിഥികളുടെ ഓടി രക്ഷപ്പെട്ടു. അതാണ് തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ. ഏറ്റവും നല്ല രീതിയിൽ
പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയെ നല്ല വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആയുധമായിട്ട് മാറി നമ്മുടെ സർക്കാരിനും ജനങ്ങൾക്കും അഭിമാനിക്കാവുന്നതാണ്. ഓണം നമുക്കറിയാം കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണ്. ജാതി മത വർഗ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് അതീതമായിട്ട് ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികളും ഒന്നിച്ച് അത് ആഘോഷിക്കുമ്പോൾ അത് എന്തുകൊണ്ട് ഭാരതം ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. 100 വർഷത്തോളം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിട്ടാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഏകദേശം 1800 കാലഘട്ടം മുമ്പ് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 100 വർഷത്തോളം നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. 40 കോടിയിലധികം ജനങ്ങളുണ്ടായിരുന്ന നമ്മുടെ രാജ്യത്തെ ഒരു 1 ലക്ഷത്തിൽ താഴെയുള്ള ബ്രിട്ടീഷുകാരാണ് അടക്കി ഭരിച്ചത്. 200 വർഷത്തോളം അവർ നമ്മുടെ രാജ്യം ഭരിച്ചു. അതുകൊണ്ട് കാരണത്തെ നമ്മളെല്ലാവരും വിഘടിച്ചിരിക്കുകയായിരുന്നു. ഒരു പൊതുവായ ശത്രു വന്നപ്പോഴാണ് ആ വിഘടനത്തിൽ നിന്ന് മാറി നമ്മൾ ഒന്നിച്ച് ചേർന്ന് അവർക്കെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. ഏറ്റവും വലിയ കാര്യങ്ങൾ പറഞ്ഞത് നാനാത്വത്തിലെ ഏകത്വം എന്നുള്ളതാണ്. അത് പൊതുശത്രുവിനെതിരെ കേരളത്തിലെ പ്രത്യേക നോക്കുകയാണെങ്കിൽ ഈ ഒരു നാനാത്വത്തിലെ ഏകത്വം നമ്മൾ ഓണാഘോഷത്തിലാണെങ്കിൽ ഓണത്തിന്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് വളരെ ഉയർത്തി കാണിക്കാനുള്ള ഒരു കാര്യമാണ്. അത് സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് ചെയ്യുന്നത് വിശ്വാസങ്ങൾക്ക് അതീതമായി, പ്രത്യയശാസ്ത്രങ്ങൾക്ക് അതീതമായി, വർണ്ണവർഗ വിവേചനങ്ങൾക്ക് അതീതമായി ലോകമെങ്ങുള്ള എല്ലാ മലയാളികളും ഒന്നിച്ച് ചെയ്യുമ്പോൾ ഭാരതം ഏത് രീതിയിലാണ് യൂണിറ്റി കൈവശം ചെയ്യുന്ന വാക്ക് ആഘോഷിച്ചത്. അതുപോലെ ആ നാനാത്വത്തിലേക്കും ഈ ഒരു സന്തോഷത്തിന്റെ കൂട്ടായ്മയുടെ ഓണം എന്ന് പറയുന്ന ആഘോഷത്തിലൂടെ കാണിക്കുകയാണ്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഈ ഓണത്തിന്റെ മാത്രമല്ല സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.